ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ മന്തി വെക്കാൻ അറിയാം, എന്നാലും അറിയാത്തവരുണ്ടാവും. അവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളെപ്പോഴും ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കൽ, നല്ല ടേസ്റ്റിയാണ്. സാധാരണ മന്തി വെക്കുന്നതിന് വ്യത്യസ്തമായിട്ടാണിത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിന് മന്തി മസാല ചേർക്കുന്നില്ല. നമ്മൾ കടയിൽ ഒരു പാക്കറ്റിൽ മന്തി മസാല വാങ്ങുമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കും, അത് ഇതിൽ ചേർക്കുന്നില്ല. എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കണം. ഇത് ഞാൻ നല്ലപോലെ കഴുകിയതാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോത്തിൻ്റെ അടുത്തുണ്ട് ചിക്കനും. പിന്നെ ഞാൻ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്ത് ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അതായത് മസാല എന്ന് പറഞ്ഞാൽ മന്തി മസാല അല്ല കേട്ടോ, നമ്മൾ ക്യൂബാണ് ചേർക്കുന്നത്. ഈ ഒരു മാഗി ക്യൂബ് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ കടകളിലും കിട്ടും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 പിന്നെ 1ൻ്റെ പകുതിയാണ്, അങ്ങനെ 1.5 ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല എരിവുള്ളത് കാരണമാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ക്യൂബൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ. ഇപ്പം ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഈ ഒരു മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്, അത് കാരണമാണ്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടി, ക്യൂബ്, കളറ്, അതുപോലെ തന്നെ വിനാഗിരി, ഇത് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് നേരത്തെ കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഇപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം കളർ കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. കളർ ഇത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്തു എന്ന് തന്നെ ഉള്ളൂ. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു പപ്പടക്കമ്പിയോ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ്റെ പീസുമ്മ കൂടെയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിൻ്റെ ഇതൊക്കെ നല്ല ഫ്ലേവർ പിടിക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് കാരണം തന്നെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം നിങ്ങളൊരു 2 മണിക്കൂറിൻ്റെ അടുത്തേലും വെക്കണം. അപ്പോഴേ നമ്മളെ ചിക്കൻ്റെ പീസൊക്കെ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ്റെ പീസുകളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മന്തി വെക്കുന്നത് ഇതാ ഈ ഒരു കുക്കറിലാണ് കേട്ടോ. സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന കുക്കറാണ്, ഈ പഴയൊരു മോഡൽ കുക്കറാണിത്. 5 ലിറ്ററിൻ്റെയാണ്. ഇതിലാണ് നമ്മൾ മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 3/4 കപ്പിൻ്റെ അടുത്ത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ml മുകളിലുണ്ട് കേട്ടോ ഈ ഒരു സൺഫ്ലവർ ഓയിൽ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ്റെ പീസിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അത്ര തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം മാത്രം വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഒരു സൈഡ് 2 മിനിറ്റോളം വേവിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ്, അങ്ങനെ 3 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ നല്ല ഹാർഡായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം തന്നെ വേവിച്ചപ്പോഴത്തേനും നമ്മുടെ ഈ ചിക്കനൊക്കെ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേവിക്കേണ്ട, നമുക്കിതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം.
ഇതിനി നമ്മൾ റൈസിൻ്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് വേവിക്കുമ്പോൾ അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പകുതി മാത്രം ഇപ്പോൾ വേവിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാം പ്രാവശ്യം ഇട്ടതും 2 സൈഡൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ അധികം ഉണ്ട്. അപ്പോൾ നമുക്കിതിന്ന് കുറച്ച് മുക്കി വെക്കാം കേട്ടോ. ഒരു 3 തവിയോളം നമുക്ക് മുക്കി വെക്കാം. ഈ ഒരു ഓയിൽ നമുക്ക് റൈസ് ഇടുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ മുക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കന് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ ഒട്ടും പൊട്ടിപ്പോവുകയൊന്നും ചെയ്യൂല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിടാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിടുക, അത്ര മതി. ഞാൻ അരി എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ്സാണ് കേട്ടോ. ഇനി അത് വേവിച്ചെടുക്കുന്നത് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളം വെക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വെക്കണം. വെള്ളം എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണല്ലോ വെക്കുക. അപ്പോൾ അതിനൊരു കറക്റ്റ് അളവുണ്ടാകും. ഇത് നമ്മൾ ഇതിന്ന് വാർത്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം തന്നെ വെക്കാം. ഈ ഒരു വെള്ളത്തിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കുക കേട്ടോ. അല്ലെങ്കിൽ അരി ചൂട് കൊടുക്കാനുള്ള വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ പോയിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ചേർക്കണമെന്നൊന്നുമില്ല, ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ മന്തിയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു അരി കുക്കായി വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരാണ്, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അരിക്ക് നല്ല വെള്ള കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഈ ഒരു അരി നമുക്ക് പകുതി വേവായിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ പകുതിയോളം വെന്തിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് വാർത്തെടുക്കാം. നമ്മളിതിൽ കുറച്ചധികം വെള്ളം വെക്കുക എന്ന് പറഞ്ഞില്ല, അത് വാർത്തെടുക്കണോണ്ട് മാത്രം പറഞ്ഞതല്ല. നമ്മൾ വെന്ത് വരുമ്പോൾ, അതായത് പകുതി വെന്താലും ഇതിൻ്റെ ആ ഒരു വെള്ളത്തിന് കുറച്ച് കട്ടി കൂടും. അപ്പോൾ ആ കട്ടി കൂടുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം വെള്ളം വെക്കാൻ വേണ്ടി പറയുന്നത്. കണ്ടോ, ഈ ഒരു വെള്ളം അത്ര കട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാർത്തിടുന്നത് സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഓട്ടുള്ളൊരു പാത്രം ഉണ്ടല്ലോ, അതിലേക്കാണ് ഞാൻ വാർത്തിടുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങനെ വാർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കുക്കർ ഉണ്ടല്ലോ, ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാതും ഓയിൽ തന്നെ ഉണ്ട്, എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഫുൾ പീസ് ഓയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കുക്കർ മാത്രം മതി, അതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയുമെന്നറിയില്ല, എന്നാലും അറിയാത്തവർ ഇത് കാണാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ മുഴുവൻ റൈസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ഗ്ലാസ് അരിയാണ്. ആ 3 ഗ്ലാസ് അരി 5 ലിറ്ററിൻ്റെ കുക്കറിൽ പാകമാണ് കേട്ടോ. നമ്മൾ 1.5 കിലോ ചിക്കനും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഇത്രയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇനിയും കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്ര മതി. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഓയിലുണ്ടല്ലോ ചിക്കൻ വേവിച്ചപ്പോൾ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ പെടും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഒരു മന്തിക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, പാലിൽ കലക്കിയിട്ട്. ഇനി ഇതിൻ്റെ നടുവിൽ ചെറിയൊരു പാത്രം വെക്കുക. നമുക്കിനി കുറച്ച് എന്താ പറയുക, തീ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിരട്ട കത്തിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ പുകയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വിസിലടിക്കാൻ പറ്റില്ല കേട്ടോ. വിസിൽ വരുന്നതോടുകൂടി നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിൻ്റെ ചിക്കനും അതുപോലെ തന്നെ റൈസൊക്കെ നമ്മുടെ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ടാവും.
അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു തവി കൊണ്ടൊക്കെ കോരി മാറ്റാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മന്തി മസാല ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല വെച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ റൈസ് പകുതി വേവിച്ചിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ മുഴുവനായിട്ടും വെന്ത് കണ്ടു ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മന്തി വെച്ചിട്ട് ശരിയാകാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് കുക്കർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.